ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. 1001 രാത്രികളിലെ 16ാമത്തെ കഥയുടെ 2ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ സുബൈദയുടെ കഥ. പെൺകുട്ടി കയറി ചെന്ന കൊട്ടാരത്തിലെ ജീവനുള്ള ഒരേ ഒരു മനുഷ്യൻ ആ രാജകുമാരനായിരുന്നല്ലോ. പെൺകുട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം രാജകുമാരൻ തൻ്റെ കഥ പറയാൻ തുടങ്ങി. ഈ രാജ്യത്തെ ഒരേ ഒരു രാജകുമാരനാണ് ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും ശിലകളായി തീർന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? 2 പേരും മാന്ത്രികരായിരുന്നു. ദുർദേവതകളെയാണ് അവർ ആരാധിച്ചിരുന്നത്. വളരെ കാലം കുട്ടികളില്ലാതിരുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വൈകിയാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ രാജകീയമായ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി അവരെന്നെ വളർത്തി. അല്ലാഹുവിലും പ്രവാചകനും വിശ്വസിച്ചിരുന്ന ഒരു വൃദ്ധ ഈ കൊട്ടാരത്തിലുണ്ടായിരുന്നു. എന്നാൽ ആത്മരക്ഷാർത്ഥം അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ദുർദേവതകളെ ആരാധിക്കുന്നതായി ഭവിച്ചു. എൻ്റെ അച്ഛന് അവരെ വളരെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ധാരാളം പാരിതോഷികങ്ങളും അവർക്ക് നൽകിയിരുന്നു. കുട്ടിയായ എന്നെ നോക്കി വളർത്താൻ ആ സ്ത്രീയെയാണ് അവർ ചുമതലപ്പെടുത്തിയത്. നല്ലവളായ ആ സ്ത്രീ എനിക്ക് പ്രവാചകൻ്റെ കഥ പറഞ്ഞു തന്നു. ഇസ്ലാമിക തത്വങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ഇതൊന്നും അച്ഛൻ അറിയരുതെന്നും അറിഞ്ഞാൽ കൊന്നുകളയുമെന്നും അവരെനിക്ക് മുന്നറിയിപ്പ് നൽകി. ആ നിർദ്ദേശം ഞാൻ അക്ഷരം പ്രതി പാലിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് ആ വൃദ്ധ മരിച്ചുപോയി. അല്ലാഹുവിലും പ്രവാചകനുമുള്ള എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ തുടർന്നു. എന്നാൽ കൊട്ടാരത്തിലെ മറ്റുള്ളവരെല്ലാം വിഗ്രഹാരാധനയിലും ദുർദേവതാ പൂജയിലും മുഴുകിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ മേഘഗർജനം പോലെ ഒരശരീരി കേട്ടു. പിശാചിനെ കൈവെടിയുക, ഏക ദൈവത്തിൽ വിശ്വസിക്കുക. അത് കേട്ട് ഭയന്ന പ്രജകൾ രാജാവിനെ സമീപിച്ചു. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ലെന്നും പഴയ വിശ്വാസം തന്നെ തുടർന്നാൽ മതിയെന്നും അച്ഛൻ അവരെ ഉപദേശിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ അശരീരി കേട്ടു. എന്നാൽ ഇത്തവണയും അതനുസരിക്കാൻ അച്ഛൻ കൂട്ടാക്കിയില്ല. ഇങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ അശനിപാതം പോലെ ദൈവകോപം ഞങ്ങളുടെ മേൽ വന്നു പതിച്ചു. എല്ലാ മനുഷ്യരും അവരുടെ കുതിരകളും കഴുതകളും ഒട്ടകങ്ങളും എല്ലാം ശിലകളായി മാറി. ഈ നാട്ടിലെ ഒരേ ഒരു ദൈവവിശ്വാസിയായ ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അന്നു മുതൽ പ്രാർത്ഥിച്ചും നോയമ്പ് നോറ്റും ഖുറാൻ വായിച്ചും ഏകനായി ഞാൻ ഇവിടെ കഴിയുന്നു. അപ്പോൾ പെൺകുട്ടി ചോദിച്ചു, എന്നോടൊപ്പം ബാഗ്ദാദിലേക്ക് പോരുന്നോ? ദൈവജ്ഞന്മാരും വിശ്വാസികളും പണ്ഡിതന്മാരും മാത്രമുള്ള സ്ഥലമാണത്. അവിടെ നിങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ബാഗ്ദാദിൽ എനിക്ക് മോശമല്ലാത്തൊരു സ്ഥാനമുണ്ട്. ഭൃത്യന്മാരും അടിമകളും സ്വന്തമായുണ്ട്. ഒരു കപ്പൽ നിറയെ ചരക്കുകൾ ഞാൻ കച്ചവടത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാമുള്ള ഞാൻ നിങ്ങളുടെ അടിമയാകാം. പെൺകുട്ടിയുടെ നിർബന്ധപൂർവമായ പ്രേരണയ്ക്ക് വഴങ്ങി രാജകുമാരൻ സമ്മതിച്ചു. കഥ ഇത്രയും ആയപ്പോഴേക്കും നേരം പുലർന്നു. ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ കഥ തുടർന്നു. ഖലീഫ ഹാരുൺ അൽ റഷീദിനോട് സുബൈദ തൻ്റെ കഥ ഇപ്രകാരം പറഞ്ഞു. പ്രഭാതത്തിൽ ഞാൻ യുവാവിനോടൊപ്പം ഞങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്നിടത്തോളം ദ്രവ്യങ്ങളുമായി കടൽക്കരയിലേക്ക് പോയി. കപ്പിത്താനും അടിമകളും എല്ലാം എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അവർക്ക് അത്യധികം സന്തോഷമായി. പക്ഷേ സുന്ദരനായ യുവാവിനെ കണ്ടപ്പോൾ എൻ്റെ സഹോദരിമാർക്ക് എന്തെന്നില്ലാത്ത അസൂയയാണുണ്ടായത്. അസൂയ വെറുപ്പായി കലാശിച്ചു. എന്നെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ നിഴലിട്ടു. കാറ്റ് അനുകൂലമായപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. യുവാവിനോടുള്ള സ്നേഹം കാരണം ഞാൻ അത്യന്തം ആഹ്ലാദവതിയായിരുന്നു. പക്ഷേ സഹോദരിമാർ ഞങ്ങൾക്ക് സ്വൈര്യം തന്നില്ല. ഒരിക്കൽ അയാളെ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് അവരെന്നോട് ചോദിച്ചു. ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് യുവാവിനോട് ചോദിച്ചു, എന്നെ അവിടുത്തെ ദ്വാസിയായി സ്വീകരിക്കാൻ ദയവുണ്ടാകുമോ? ഭവതിയെ ഞാൻ സ്നേഹിക്കുന്നു, യുവാവ് പറഞ്ഞു. പിന്നീട് ഞാൻ സഹോദരിമാരെ വിളിച്ചു പറഞ്ഞു, ഈ യുവാവ് എൻ്റെ സർവസ്വവുമാണ്. എനിക്കുള്ള മറ്റെല്ലാ സമ്പത്തും ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിന്റെ ഇഷ്ടം പോലെ എന്നവർ പറഞ്ഞു. അതേസമയം അവർ എനിക്കെതിരെ കരുക്കൾ നീക്കുകയായിരുന്നു. നീണ്ട യാത്രകൾക്ക് ശേഷം ഒരു രാത്രി ഞങ്ങൾ ബസ്രയിൽ നുങ്കൂരമിട്ടു. ഞങ്ങൾ ഉറക്കമായി.
ഗാഠനിദ്രയിലായിരുന്ന ഞങ്ങളുടെ കട്ടിൽ എൻ്റെ സഹോദരിമാർ എടുത്ത് കടലിലിട്ടു. നീന്താൻ അറിഞ്ഞുകൂടായിരുന്ന പാവം യുവാവ് മുങ്ങി മരിച്ചു. അയാൾ പ്രേമത്തിൻ്റെ രക്തസാക്ഷിയാകണമെന്നും ഞാൻ ജീവിച്ചിരിക്കണമെന്നുമായിരിക്കാം അല്ലാഹുവിൻ്റെ നിശ്ചയം. വെള്ളത്തിൽ വീണ ഞാൻ ഒരു തടിക്കഷ്ണത്തിൽ പറ്റിപ്പിടിച്ചു. തിരയിൽപ്പെട്ട് അടുത്തുള്ള ഒരു ദ്വീപിൻ്റെ തീരത്തണഞ്ഞു. പുലർച്ചയ്ക്ക് ഒരു നടപ്പാത കണ്ട് ആ വഴി ചെന്നു. ബസ്രയുടെ എതിർദിശയിലുള്ള തീരമായിരുന്നു അത്. പെട്ടെന്ന് ഒരു ചെറിയ പാമ്പ് എൻ്റെ മുമ്പിലൂടെ ഓടിപ്പോയി. അതിനെ പിടികൂടാനായി മറ്റൊരു വലിയ പാമ്പും അതിൻ്റെ പിന്നാലെ ഓടിയിരുന്നു. ഞാനൊരു വലിയ കല്ലെടുത്ത് പാമ്പിൻ്റെ തലയിലിട്ട് അതിനെ കൊന്നു. ഉടനെ ചെറിയ പാമ്പ് 2 ചിറകുകൾ വിടർത്തി ആകാശത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി. ക്ഷീണിച്ചു തളർന്നിരുന്ന ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി. ഉറക്കമുണർന്നപ്പോൾ സുന്ദരിയായ ഒരു കാപ്പിരി പെണ്ണ് എൻ്റെ കാല് തിരുമ്മിക്കൊണ്ട് അടുത്തിരിക്കുന്നത് കണ്ടു. അവളുടെ ഉദ്ദേശം എന്താണെന്നറിയാതെ ഞാൻ നാണിച്ച് കാല് പിൻവലിച്ചു. അവൾ ആരാണെന്നും എന്താണ് വേണ്ടതെന്നും ചോദിച്ചപ്പോൾ താനൊരു യക്ഷിയാണെന്നും പാമ്പിൻ്റെ രൂപത്തിലായിരുന്ന തന്നെ ശത്രുവിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദി പറയാൻ വന്നതാണെന്നും അവൾ പറഞ്ഞു. ആ സർപ്പം എന്നെ കൊല്ലാൻ വന്ന ഒരു ഭൂതമായിരുന്നു. ഞാൻ രക്ഷപ്പെട്ട ഉടനെ നിങ്ങളുടെ കപ്പലിലേക്ക് പറന്ന് ദുഷ്ടരായ 2 സഹോദരിമാരെയും കറുത്ത പട്ടിക്കുഞ്ഞുങ്ങളാക്കി മാറ്റി ഇങ്ങോട്ട് കൊണ്ടുപോന്നിട്ടുണ്ട്. കപ്പലിലുണ്ടായിരുന്ന വിലപിടിച്ച വസ്തുക്കളെല്ലാം ബാഗ്ദാദിലെ നിങ്ങളുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹിതനായ യുവാവ് മരിച്ചു പോയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രയും പറഞ്ഞ് യക്ഷി എന്നെയും പട്ടിക്കുഞ്ഞുങ്ങളെയും കയ്യിലേന്തി ആകാശത്തിലൂടെ പറന്ന് ബാഗ്ദാദിലെ ഈ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നു. കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങൾ ഒന്നൊഴിയാതെ വീട്ടിലെ മുറികളിൽ ഭംഗിയായി അടുക്കി വച്ചിരിക്കുന്നു. ഈ പട്ടിക്കുട്ടികൾക്ക് ദിനം പ്രതി 300 അടി വീതം കൊടുക്കണം. ഒരടി കുറഞ്ഞാൽ ആ നിമിഷം നിങ്ങളും അവരുടെ രൂപത്തിലാകും. ഇത് മറക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ട് യക്ഷി മറഞ്ഞു. യക്ഷിയുടെ നിർദ്ദേശം മാനിക്കാതെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പട്ടിക്കുട്ടികളെ അടിക്കാൻ നിർബന്ധിതയായത്. പിന്നീട് അവയെ താലോലിച്ചതും. ഇതാണ് എൻ്റെ കഥ. സുബൈദയുടെ കഥയിൽ ലയിച്ചിരുന്ന ഖലീഫ ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം ആമിനയോട് പറഞ്ഞു, സുന്ദരിക്കുട്ടി, നിന്റെ കഥ കേൾക്കട്ടെ. നിന്റെ മൃദുല മേനിയിൽ അടികൊണ്ട അടയാളമുണ്ടായതെങ്ങിനെ? ആമിനയുടെ കഥ കേൾക്കാൻ കാത്തിരുന്നോളൂ. ഞാൻ ഉടനെ വരാട്ടോ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ പറയാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. ഓക്കേ.